ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുണ്ടോ, ആ സ്വത്ത് അനന്തരാവകാശ നിയമത്തിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അവിടെ വാപ്പാക്ക് വലിയ ഇഷ്ടമായിരുന്നല്ലോ, അങ്ങനെ വാപ്പ അവൻ ആ സ്ഥലം കൊടുക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ വാപ്പയുടെ മൊത്തം സമ്പത്തിൻ്റെ 1/3 മീതെ ഈ വസിയത്ത് വരാൻ പാടില്ല. 1/3 ഉള്ളിൽ പെടുന്ന സംഖ്യയേ ഉള്ളൂ എങ്കിൽ ഓക്കെ, വസിയത്ത് നടപ്പാക്കണം. ബാക്കി 2/3 അനന്തരാവകാശ നിയമം വെച്ച് വിധിക്കാനുള്ളതാണ്. അതിൽ പിന്നെ മരിച്ച വാപ്പാക്കൊന്നും പറയാൻ പാടില്ല. അത് അള്ളാഹിൻ്റെ നിയമമാണ് പിന്നീട് നടപ്പാക്കുക. മക്കളോട് നീതി പാലിക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നർ റജുല ലയഅമലു വൽ മർഅ, ആണും പെണ്ണും അമൽ ചെയ്യും, ബിത്വാഅത്തില്ലാഹി 60 സന, 60 വയസ്സ് വരെയൊക്കെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് മരിച്ചു പോകുന്ന ആണും പെണ്ണും, വല്യാപ്പയും വല്യമ്മയൊക്കെ ആയിട്ട് മരിച്ചു പോകുന്നവരെന്ന് സങ്കല്പിക്കുക. സുമ്മ യഹ്ദുറുഹുമൽ മൗത്ത്, 60 വയസ്സ് കഴിയുമ്പോൾ രണ്ടാൾക്കും മരണമാസന്നമാകും. ഫയുളാറാനി ഫിൽ വസിയ്യ, അവർ വസിയ്യത്ത് ചെയ്യുന്നതിൽ അനീതി ചെയ്യും. ഫതജിബു ലഹുമന്നാർ, അതുകൊണ്ട് അവർക്ക് നരകം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 60 വയസ്സ് വരെ നന്നായിട്ട് ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് ജീവിച്ച് നല്ല ഉമ്മി വാപ്പയാണ്. പക്ഷെ മരിക്കുമ്പോൾ ഒരു വസിയത്ത് ചെയ്ത് വെക്കും, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ, അത് ചെറിയോന് ഇത്ര കൊടുത്താൽ മതി, മറ്റോന് ഇത്ര വേണ്ട എന്ന് പറഞ്ഞ് സുമ്മ ഫയുളാറാനി ഫിൽ വസിയ്യ, വസിയത്ത് എഴുതി വെക്കുമ്പോൾ ഓരോ മക്കൾക്ക് ഓഹരി കൊടുക്കുമ്പോൾ അതിലേറ്റ വ്യത്യാസം ചെയ്യും. ഫതജിബു ലഹുമന്നാർ, ആ ഒരു അമല് കൊണ്ട് അവർക്ക് നരകം കിട്ടേണ്ടി വരും. കാലാകാലം എന്നല്ല, ആ ചെയ്ത പണി തെറ്റാണ്, നരകം കിട്ടുന്ന പണിയാണത്. മക്കളോട് നീതി ചെയ്യണമെന്ന് ഇസ്ലാം പറയാണ്. ഇത് പല കുടുംബങ്ങൾക്കും അറിയൂല. ഉമ്മയോട് വാപ്പയോടെ പറയണത് എന്ത് ചെയ്യണം, മക്കൾക്ക് ഒരുപോലെ കൊടുക്കാൻ പാടുള്ളൂ. അനുജന് വീട് കൊടുക്കുന്ന ഏട്ടന്മാർക്കും പെങ്ങന്മാർക്കും ഒരു വിരോധമില്ല, കുഴപ്പമില്ല. പക്ഷേ ആ വീടിൻ്റെ മൂല്യം എത്രയാണോ ആ തത്തുല്യമായത് എല്ലാവർക്കും കൊടുക്കാൻ ബാധ്യസ്ഥമാണ്. അല്ലെങ്കിൽ വീട് വിട്ടിട്ട് എങ്ങനെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വീട് അവരെടുത്തോട്ടെ, മറ്റവർക്ക് അവരുടെ ഹക്ക് ഈ ചെറിയ മോൻ കൊടുക്കണം. ജ്യേഷ്ഠന് വീടില്ല, പെങ്ങൾക്ക് വീടില്ല, അനുജന് വീടില്ല, ഈ ചെറിയ അനുജന് മാത്രം വീട്. അത് അനീതിയല്ലേ? അത് അനീതിയാണ്. അങ്ങനെ മരിച്ചു പോകുന്ന ഉമ്മക്കും വാപ്പക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. ഫതജിബു ലഹുമന്നാർ, അങ്ങനെ നരകം സംഭവിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം